ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമായ കാടമുട്ടയാണ്. ആദ്യം നമുക്ക് ഈ കാടമുട്ട ഒന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കി ഒരു പാനിൽ വെച്ചേക്കാണ്. നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മൾ പുഴുങ്ങിയെടുത്ത കാടാമുട്ട തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണിത്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് അടിച്ചെടുക്കാം. ആദ്യം ഉള്ളി ഇടാം, ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം, 3 പച്ചമുളക് ഇടാം, മല്ലിയില പുതിനയില ഇടാം, സോയാ സോസ് ഒഴിക്കാം, ഒരു 2 ടീസ്പൂൺ തൈര് ഒഴിക്കാം, ഒരു പകുതി ക്യാപ്സിക്കം ഇടാം, അല്പം ചെറിയ ജീരകം ഇടാം, വലിയ ജീരകം ഇടാം, 1/4 ടീസ്പൂൺ വീതമാണ് ഇട്ടേക്കുന്നത്. അല്പം മല്ലിപ്പൊടി ഇടാം, കുരുമുളക് പൊടി ഇടാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം, ആവശ്യത്തിന് ഉപ്പിടാം. ഇത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പി വെച്ച് അത് ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇതിലോട്ട് നമുക്ക് പൊടി കളഞ്ഞ് വെച്ചിരുന്ന മുട്ട ഇടാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും ഇടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അടിച്ചു വെച്ചിരുന്ന ഈ കൂട്ട് ഇതിലോട്ട് ഇടാം. അങ്ങനെ നമ്മൾ അൽഫാം കാടമുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ട് ഏതിൻ്റെ കൂടെയാണ് ഇത് കഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. പൊളി അൽഫാം കാടമുട്ടയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉറപ്പായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിനി ഇത് ഞാൻ ഗോതമ്പ് ദോശയാണ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗോതമ്പ് മാവെടുത്തിട്ട് അതിനകത്തൊരു മുട്ടയും കൂടെ ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ദോശയായിട്ട് ഏതാണ്ട് ചപ്പാത്തി പോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. ഇതാണ് ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ടും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ.